മലയോര മേഖലയുടെ ഹൃദയത്തുടിപ്പായ ചെറുപുഴ ടൗൺ ആവശ്യത്തിന് വീതിയേറിയ റോഡുകളും വികസന സാധ്യതകളും ഉണ്ടെങ്കിലും ഇന്നിവിടത്തെ വ്യാപാര മേഖല വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ടൗണിലെ അശാസ്ത്രീയമായ പാർക്കിംഗ് നിയന്ത്രണങ്ങൾ കച്ചവടക്കാരുടെ നടുവൊടിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വാഹനങ്ങൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ ഇവിടെ അനുവാദമില്ല. ടൗണിൽ ഡ്യൂട്ടിയുള്ള ഹോം ഗാർഡുകൾ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ വാഹനങ്ങൾക്ക് വ്യാപകമായ പിഴ ചുമത്തുന്നതായാണ് വ്യാപാരികളുടെ പരാതി. 15 മുതൽ 30 മിനിറ്റ് വരെ പാർക്കിംഗ് അനുവദനീയമാണെന്നിരിക്കെ കേവലം 5 മിനിറ്റിൽ താഴെ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് പോലും ഇവിടെ പെറ്റിയടിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈ കർശനമായ പിഴ ഈടാക്കൽ ഭയന്ന് പല ഉപഭോക്താക്കളും ചെറുപുഴ ടൗണിനെ ഉപേക്ഷിച്ച് മറ്റ് ടൗണുകളിലെ വ്യാപാര സ്ഥാപനങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതരാവുകയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഈ കടുംപിടുത്തം തുടർന്നാൽ ചെറുപുഴയിലെ ചെറുകിട വൻകിട വ്യാപാരികൾ പൂർണ്ണമായും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് വ്യാപാര സമിതി ആശങ്കപ്പെടുന്നത്. ടൗണിന്റെ വികസനവും വ്യാപാരികളുടെ നിലനിൽപ്പും ഉറപ്പാക്കാൻ അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രതിസന്ധി ഏറ്റവും രൂക്ഷമാകുന്നത് ഓണം, വിഷു, ക്രിസ്തുമസ്, ദീപാവലി, പെരുന്നാൾ തുടങ്ങിയ ഉത്സവ സീസണുകളിലാണ്. വലിയ പ്രതീക്ഷയോടെ ലക്ഷങ്ങൾ കടമെടുത്ത് വ്യാപാരികൾ വിപണിയിലെത്തിക്കുന്ന ഉത്സവകാല സാമഗ്രികൾ വാങ്ങാൻ പോലും ആളുകൾ എത്തുന്നില്ല. പാർക്കിംഗ് സൗകര്യമില്ലാത്തതുമൂലം ഉപഭോക്താക്കൾ ടൗണിലേക്ക് വരാൻ മടിക്കുമ്പോൾ കച്ചവടം നടക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് കടയിൽ കെട്ടിക്കിടന്ന് നശിക്കുന്നത്. വ്യാപാരികളുടെ ആണ്ടിലൊരിക്കലുള്ള വലിയ പ്രതീക്ഷകളാണ് ഇവിടെ പൊലിഞ്ഞു പോകുന്നത്. ചെറുപുഴ ടൗണിൽ വർദ്ധിച്ചു വരുന്ന വാഹനപ്പെരുപ്പം, അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഒരു ട്രാഫിക് പരിഷ്കരണം 2 വർഷം മുമ്പ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ട്രാഫിക് പരിഷ്കരണം വളരെ വ്യാപാരിക്കെല്ലാം തന്നെ വളരെ മോശമായ രീതിയിൽ വന്ന് ഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം പോലീസ് അതിൻ്റെ ഭാഗമായി പോലീസിനെ നിയമിക്കുകയും ഹോം ഗാർഡുകൾ ഈ വാഹനം നിയന്ത്രിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞത്, ഒരു കടയുടെ മുമ്പിൽ ഒരു വാഹനം വെച്ച് അരമണിക്കൂർ ആ കസ്റ്റമർ സാധനം വാങ്ങിച്ച് തിരിച്ചു പോകുന്നവരെ ആ വാഹനത്തിൽ പെറ്റിയടിക്കാനോ വാഹനം പോകാൻ പറയാനോ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് 5 മിനിറ്റ് പോലും ആ വാഹനത്തിന് ടൗണിൽ നിർത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ തന്നെ ഹോം ഗാർഡ് വന്ന് 4 ആളുകളുണ്ട്, അവർ വന്ന് അപ്പോൾ തന്നെ 500 രൂപയുടെ പെറ്റിയടിച്ച് വിടുന്ന രീതി ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചെറുപുഴയിലെ കച്ചവടം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറുപുഴയിൽ വണ്ടി കൊണ്ടുവന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യാപാര സ്ഥാപനത്തിൽ കണ്ട സാധനം, തനിക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാൻ ആ ഉപഭോക്താവിന് കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതുണ്ട്. ഇതിൽ പോലീസ് അധികാരികളോട് പലപ്പോഴായി ഞങ്ങളിത് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ചെറുപുഴയിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം വന്നു. ആകെ നമുക്കുണ്ടായത് വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്നത്, പൊതുജനങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ കൂടി ഇപ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഓട്ടോറിക്ഷയുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് സ്റ്റാൻഡുകൾ കാണുക എന്നുള്ളത് പ്രായോഗികമല്ല. എന്നാൽ ഈ കൂടിക്കൂടി വരുന്ന ഓട്ടോറിക്ഷയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് മറ്റൊരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു സ്ഥലം പഞ്ചായത്ത് അധികാരികൾ കാണേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കാണാതെ ഈ ടൗണിലേക്ക് വരുന്ന യാത്രക്കാരുടെയും ഉപഭോക്താവിൻ്റെയും വാഹനം വെക്കേണ്ടുന്ന പ്രദേശത്ത് അവിടെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളുടെ വ്യാപാരത്തെ അത് പിന്നോട്ടടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അനുദിനം വർദ്ധിച്ചു വരുന്നത്. ഈ രീതി മാറ്റണം എന്നും ഈ പരിഷ്കരണം മാറ്റി ഒരു കൂട്ടായ ചർച്ചയിലൂടെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്നുമാണ് വ്യാപാര സമിതിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇപ്പോൾ നടന്നു വരുന്ന ഈ രീതിക്കെതിരെയുള്ള അതിശക്തമായ സമരം സമിതി നിശ്ചയിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ വാഹനം വെച്ചുകൊണ്ട് ഒരു സാധനം വാങ്ങിക്കാൻ ഒരു ഉപഭോക്താവിനും സാധിക്കാത്തൊരവസ്ഥയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പൊതുജനങ്ങളോട് ചോദിച്ചാൽ അറിയാം. തീർച്ചയായിട്ടും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയും ബന്ധപ്പെട്ട പോലീസ് അധികാരികളും പഞ്ചായത്ത് അധികാരികളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുക. നമ്മുടെ ചെറുപുഴ ടൗണിൽ പാർക്കിംഗ് പ്രശ്നം ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയോര പട്ടണമായ മലയോരത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ ചെറുപുഴയിൽ ഒരുപാട് ആളുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കച്ചവടക്കാർക്ക് കച്ചവടമില്ല, വണ്ടികൾ വരുന്നില്ല. കസ്റ്റമേഴ്സിന് നമ്മൾ പറയുന്നു, നിങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെറ്റിയടിക്കുന്നു, സാധനം മേടിക്കാനുള്ള സൗകര്യമില്ല, പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ റോഡിൽ
ഇത്രയും വീതി ഉണ്ടായിട്ടും കൂടി ഈ ബ്ലോക്ക് വരുന്നു എന്നാണ് അധികൃതർ, പോലീസ് അധികൃതരും അതുപോലെ ഹോംഗാർഡൊക്കെ പറയുന്നത്. ഞാനിതുവരെ ഒരു ബ്ലോക്കും ഇവിടെ എൻ്റെ കടയുടെ മുമ്പിൽ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, മുമ്പ് വ്യാപാരികളും അതുപോലെ പഞ്ചായത്ത് അധികൃതരും പോലീസും നാട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ വാഹന തൊഴിലാളികളും എല്ലാം കൂടി ചേർന്നിരുന്നിട്ട്, അതുപോലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ചേർന്നിരുന്ന് പഞ്ചായത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നു. പോലീസ് അധികാരികൾ അടക്കമുള്ളവർ ഒരു അരമണിക്കൂർ സാധനം മേടിക്കാൻ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരാണ്. അതിനുശേഷമാണ് പല സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചത്. പിന്നീട് പാർക്ക് ചെയ്ത സ്ഥലത്ത് ഈ നോ പാർക്കിംഗ് ബോർഡിൻ്റെ താഴെ സാധനം മേടിക്കാൻ വേണ്ടി പാർക്ക് ചെയ്ത വണ്ടിക്കൊക്കെ പെറ്റിയടിക്കുന്ന ഒരനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സംഘടനയുടെ നേതാക്കന്മാർ പല പ്രാവശ്യം സ്റ്റേഷനിൽ പോയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് SHO ഉറപ്പ് വരികയും ചെയ്തിട്ട് കുറച്ച് നാളത്തേക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല. പിന്നീട് ആ SHO സ്ഥലം മാറിപ്പോയി കഴിഞ്ഞാൽ അടുത്താൾ വരുമ്പോഴേക്കും പിന്നെയും വീണ്ടും ഇതാ സ്ഥിതി. അങ്ങനെ 5-8 പ്രാവശ്യം പോയ അനുഭവം എനിക്ക് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പർച്ചേസിന് വരുന്ന കസ്റ്റമേഴ്സിന് 10 മുതൽ 30 മിനിറ്റ് വരെ സാധനം പർച്ചേസ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും, അതുപോലെ ചില ആളുകൾ രാവിലെ വരുമ്പം ടൗൺ വിജനമായിരിക്കും. ആ സമയത്ത് വണ്ടി വെച്ചിട്ട് പയ്യന്നൂർ കണ്ണൂരൊക്കെ പോകുന്നവർ, ഇവർ വരുന്നത് വൈകുന്നേരം 9 മണി 9:30 അവരെ നമ്പർ നോട്ട് ചെയ്തിട്ട് അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിട്ട് പെറ്റിയടിക്കാനുള്ള സംവിധാനം ആക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ചെറുപുഴ ടൗണിലത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.